ഈ വെറൈറ്റി ഡെൻഡ്രോബിയത്തിൻ്റെ പേരാണ് ഡെൻഡ്രോബിയം സീസർ റെഡ് ക്യാപ്റ്റൻ ഓർക്കിഡ്. നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല ഡീപ്പ് വൈൻ കളറാണ്. നല്ല ഭംഗിയുള്ള ട്വിസ്റ്റഡ് ഫ്ലവേഴ്സാണ്. പിന്നെ അതിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഫ്ലവർ സ്റ്റോക്ക് വലിയൊരു ബിഗ് സ്റ്റോക്കാണ് ഉള്ളത്. ഫ്ലവർ സ്റ്റോക്ക് അതിൽ തന്നെ ന്യൂമറസ് ബഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഒരു 20ഓളം ബഡ്സ് തന്നെ ഇപ്പോൾ ഈ സ്പൈക്കിലുണ്ട്. നല്ല ഒരു ലാർജ് സ്പൈക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഓർക്കിഡാണ്. ഡെൻഡ്രോബിയം ഓർക്കിഡ്സിനെ ബിഗിനേഴ്സ് ഓർക്കിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഒരു ഓർക്കിഡ് വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ഡെൻഡ്രോബിയത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. അത്രയ്ക്കും ഈസിയാണ് അതിൻ്റെ ഗ്രോയിങ്ങും അതിൻ്റെ കെയറിങ്ങും ഒക്കെ. അതുകൊണ്ട് ഒരു ബിഗിനറിന് പോലും നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓർക്കിഡ് വിഭാഗമാണ് ഡെൻഡ്രോബിയം. അതിൽ ഒത്തിരി സ്പീഷീസുകളുണ്ട്. മോർ ദാൻ 2000 സ്പീഷീസ് ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡെൻഡ്രോബിയങ്ങൾ വേണമെങ്കിലും നമുക്ക് വാങ്ങി വളർത്താം. ഇത് ഞാൻ വാങ്ങിയത് ഇപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിയ ഒരു പ്ലാന്റാണ്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല ബിഗ് സൈസിലുള്ള പ്ലാന്റാണ്. അതിന് ഞാൻ വാങ്ങിയപ്പോൾ അതിന് 400 രൂപയാണ് ആയത്. നല്ല പ്ലാന്റ് തന്നെയാണ്. അതിൽ ഒത്തിരി കിക്കീസും ഒക്കെ ഉള്ളതായതുകൊണ്ട് ആ വിലയ്ക്ക് നല്ലൊരു ഓർക്കിഡ് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ചെടിയുടെ കെയറിങ്ങും അതിൻ്റെ ഗ്രോയിങ് കണ്ടീഷൻസൊക്കെ സാധാരണ ഡെൻഡ്രോബിയം പോലെ തന്നെയാണ്. നമ്മൾ അതുപോലെ തന്നെ നോക്കിയാൽ മതിയാവും. അതിൻ്റെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും ഓരോ വീക്കിലും മാറി മാറി നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ബയോ ഫെർട്ടിലൈസേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മഴ സീസണിൽ ഉപയോഗിക്കരുത്. നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ബയോ ഫെർട്ടിലൈസേഴ്സ് നിങ്ങൾ ഈ ഓർക്കിഡ്സിന് കൊടുക്കാവുള്ളൂ. പെസ്റ്റ് കൺട്രോളിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫംഗിസൈഡ് ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇലയുടെ അടിഭാഗം വരെ കിട്ടുന്ന രീതിയിൽ ആ തണ്ടും ഒക്കെ പോട്ടിംഗ് മിക്സും ഒക്കെ നനയുന്ന രീതിക്ക് നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഓർക്കിഡ് വളർത്താവുന്നതാണ്.